ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആവും എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഉള്ളത് ദിലീപ് സാറോടൊപ്പമാണ്. മുന്നേ നമ്മളൊരു യൂസ്ഡ് കാർ വാങ്ങുമ്പോൾ ഒരു ഡീലർ ആയിക്കോട്ടെ അല്ലെങ്കിൽ പൊതുജനങ്ങളായിക്കോട്ടെ, ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളത് ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ടോട്ടൽ ലോസ് വാഹനം നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യണം, എങ്ങനെ കണ്ടെത്തണം. അപ്പോൾ അത് 2 എപ്പിസോഡായിട്ടാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുക. ഫസ്റ്റ് നമുക്ക് യൂസ്ഡ് കാർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ എന്താണിപ്പോൾ സാറ് ഭാഗത്തു നിന്ന് ഒരു ഡീലർ പോട്ടെ, ഒന്നും വണ്ടിയെ പറ്റി അറിയാത്ത ഒരാൾ പുതിയ ഷോറൂമിൽ പോകാതെ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിക്ക് പോകുമ്പോൾ, ഇനി പുതിയ ഷോറൂമിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് കേട്ടോ. ഒത്തിരി ഉണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് യൂസ്ഡ് കാർ എടുക്കുമ്പോൾ, മറ്റൊരാൾ ഉപയോഗിച്ച വാഹനം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. സാറ് ഭാഗത്തു നിന്ന് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് കൊടുക്കാല്ലേ? ഇപ്പോൾ എനിക്ക് തന്നെ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു ഇതുണ്ടായിരുന്നു, മോട്ടോർ വാഹന വകുപ്പ് ഇത് ചെക്ക് ചെയ്യേണ്ടതല്ലേ വാഹനത്തിന്റെ ജെന്യൂനിറ്റി. നമ്മളിപ്പോൾ ഒരു പഴയ വാഹനം വാങ്ങാന്ന് പറയുന്നത് പുതിയ വാഹനം വാങ്ങാൻ കപ്പാസിറ്റി ഇല്ലാത്ത ആളുകളായിരിക്കും സാധാരണഗതിയിൽ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം പോകും. പക്ഷേ അതിനകത്ത് നമ്മളൊരു പരിചയമുള്ള ഒരാളുടെ കയ്യിൽ നിന്നാണ് വാഹനം വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ഹിസ്റ്ററി അറിയാൻ പറ്റും, ഉപയോഗിച്ചേക്കണം അറിയാൻ പറ്റും. അത് കുഴപ്പമുണ്ടാവില്ല. എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാനും ഉള്ളൊരു ഓപ്ഷൻ. പക്ഷെ അതല്ലാത്ത വാഹനമുണ്ട്. നമ്മള് സെക്കൻഡ് ഹാൻഡ് കാർ ഷോറൂം ഉണ്ട്. ഇപ്പോൾ നിയമപ്രകാരം തന്നെ യൂസ്ഡ് കാർ ഷോറൂം ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ മേടിക്കുമ്പോൾ അവിടുത്തെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതല്ലാതെ മേടിക്കുന്ന വാഹനങ്ങളുണ്ട്. പലപ്പോഴും ഫസ്റ്റ് ഓണർ ആരാണെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലുണ്ട്. അത് വലിയൊരു പ്രശ്നമാണ്, പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ. ഇതിന്റെ വാഹനത്തിന്റെ ഉടമസ്ഥതയെ മാത്രമല്ല, വാഹനത്തിന്റെ കണ്ടീഷൻ, ഡോക്യുമെന്റൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. അത് പക്ഷേ എനിക്ക് തോന്നുന്നു സാധാരണക്കാരന് അത്രത്തോളം ഒരു അറിവുള്ളൊരു മേഖലയല്ല. പുതിയതായിട്ടൊരു കാർ മേടിക്കുന്നവന് സെക്കൻഡ് ഹാൻഡ് കാർ മേടിക്കുന്നത് ആദ്യമായിട്ട് മേടിക്കുന്ന ഒരു കാറായിരിക്കും. അവനൊരു സന്തോഷത്തിൽ അല്ലെങ്കിൽ മേടിക്കുന്നതായിരിക്കും ചില സമയത്ത് പെട്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് അതിന്റെ ഡോക്യുമെന്റൽ ആയിട്ടുള്ള വെരിഫൈ ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് ഘട്ടം. ഇപ്പൊ നമുക്ക് കുറെ കാർ അസസ്മെന്റ് ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അവര് നോക്കുന്നത് വാഹനത്തിന് എന്തെങ്കിലും പെയിന്റ് ചെയ്തിട്ടുണ്ടോ, റീപെയിന്റ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള, അതായത് പെയിന്റ് ഡെപ്ത് ഗേജ് ഒക്കെ വെച്ചിട്ട്, തിക്നെസ് ഗേജ് ഒക്കെ വെച്ചിട്ട് റീപെയിന്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. പക്ഷെ അതിനൊക്കെ അപരിയായിട്ട് വാഹനത്തിന്റെ ഒരു ജെന്യൂനിറ്റി ഉറപ്പ് വരുത്തേണ്ടത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പലരും നമ്മളുടെ ഭാഗത്തുള്ള ഒരു തെറ്റ് അവിടെയാണ്, അതിന്റെ എഞ്ചിൻ നമ്പറും ചേസിസ് നമ്പറും. സാധാരണ മോട്ടോർ വാഹന വകുപ്പ് ഇത് പരിശോധിക്കുന്നത് എവിടെയാണ്? പുതിയ വാഹനം 2019 അമെന്റ്മെന്റിന് മുമ്പ് ഒരു പുതിയ വാഹനം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് മോട്ടോർ വാഹന വകുപ്പിനെ കാണിച്ച് പരിശോധിച്ചതിന് ശേഷമാണ് വണ്ടി രജിസ്റ്റർ ചെയ്തത്. പക്ഷെ 2019 മോട്ടോർ വെഹിക്കിൾ അമെന്റ് ചെയ്തതോടുകൂടി ന്യൂ വെഹിക്കിൾ ഇൻസ്പെക്ഷൻ ഒഴിവാക്കി. ഇപ്പൊ ഡോക്യുമെന്റൽ വെരിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ, വാഹനം പരിശോധിക്കുന്നില്ല. പിന്നെ ആ വാഹനം പരിശോധിക്കുന്നത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 15 വർഷത്തിന് ശേഷമാണ് റിന്യൂവൽ ടെസ്റ്റ്. ആ സമയത്ത് മാത്രമാണ് ഇതിന്റെ വെഹിക്കിൾ ജെന്യൂനിറ്റി പരിശോധിക്കുന്നത്. ദാറ്റ് മീൻസ് ഡോക്യുമെന്റൽ അല്ല, ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന്, മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്ത്. പക്ഷെ നമ്മൾ പറയുമ്പോൾ എംവിഡി ഇത് പരിശോധിക്കേണ്ട അല്ലേ എന്നൊക്കെ സാധാരണ പറയുകയാണെങ്കിൽ പോലും എംവിഡിയുടെ മുമ്പിലേക്ക് വാഹനം പരിശോധിക്കാനായിട്ട് വരുന്നില്ലല്ലോ. കാരണം അത് കമ്പനി അപ്രൂവ് ചെയ്ത് ഇറക്കുന്നു, ഡീലർ ഡാറ്റ വാഹനത്തിൽ എൻട്രി ചെയ്യുന്നു. ഇപ്പൊ വാഹനം നേരിട്ട് വാഹനത്തിൽ ഡാറ്റ എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻ ഡീലേഴ്സിന് കൊടുത്തിട്ടുണ്ട്. അവർ എൻട്രി ചെയ്യുന്നു, വെരിഫൈ ചെയ്യുന്നു, രജിസ്റ്റർ ചെയ്ത് ഇറക്കുന്നു. പക്ഷെ പ്രശ്നം അവിടെയല്ല, അത് കഴിഞ്ഞിട്ട് വാഹനത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അതിന്റെ ഡോക്യുമെന്റൽ വെരിഫിക്കേഷൻ ആണ്. അതായത് വാഹനവുമായി ബന്ധപ്പെട്ട അതിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ വരുന്ന എല്ലാ ഡോക്യുമെന്റുകളും, അതിന്റെ ഇൻഷുറൻസ്, പുക പരിശോധിക്കുന്നത്, ഇത്രയും സംഗതികളാണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ ടാക്സി വാഹനങ്ങൾ, ട്രാൻസ്പോർട്ട് വാഹനമാണെങ്കിൽ പെർമിറ്റും കൂടി വരും. ഇതിന്റെ ഡോക്യുമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണോ എന്നുള്ളതാണ് ആദ്യം പരിശോധിക്കാവുന്ന ഒരു സംഗതി. അതിപ്പോ നമുക്ക് ഓൺലൈനായിട്ട് പരിവാഹൻ സേവയുടെ തന്നെ സൈറ്റുകൾ വഴി നമുക്ക് കുറെ പരിശോധിക്കാം. ഓണറുടെ ഡീറ്റെയിൽ കിട്ടില്ല എന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് പരിശോധിക്കാം. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു വണ്ടി തകർന്നു പോയി, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ ടോട്ടൽ ലോസിന്റെ ഒരു കേസാണ്, വണ്ടി മാറ്റി വേറൊരു വണ്ടി പകരം വെച്ചാൽ ചിലപ്പോൾ ഒരു മോഷ്ടിച്ച വണ്ടി ആയിരിക്കാം. അതെങ്ങനെ അറിയാൻ പറ്റും എന്നുള്ളത്. അപ്പൊ നമ്മൾ നോക്കുന്നത് അതിന്റെ പെയിന്റ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, അവിടെയാണ് എനിക്ക് തോന്നുന്നത് സാധാരണക്കാരന് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. അതിന്റെ ചേസിസ് നമ്പറും എഞ്ചിൻ നമ്പറും വെരിഫൈ ചെയ്യണം. അത് വെരിഫൈ ചെയ്യുമ്പോൾ ഒരു പക്ഷേ സാധാരണക്കാരന് അത്ര എളുപ്പമായിക്കൊള്ളുന്നില്ല. അപ്പൊ അയാൾക്ക് ചെയ്യാവുന്ന ഒരു സംഗതി സമാനമായി ഇപ്പൊ അടുത്തൊരു സംശയം തോന്നി, എഞ്ചിൻ സാധാരണ ചേസിസ് നമ്പറൊക്കെ എന്ന് പറയുന്നത് ഇപ്പൊ ചേസിസ്മ തന്നെ വേറെ പ്ലേറ്റ് അല്ല, പല വണ്ടിയിലും പല സ്ഥലത്ത് വരുന്നുണ്ടെങ്കിലും അതിനകത്ത് എഞ്ചിൻ ചേസിസ്മ തന്നെ പഞ്ച് ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ അത് മാറ്റണമെങ്കിൽ ഒന്നേ കട്ട് ചെയ്ത് മാറ്റണം, അല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞിട്ട് പുതിയ നമ്പർ. അപ്പോ അത് പരിശോധിക്കാനുള്ള കാര്യമാണ് ആദ്യത്തെ സംഗതി. ഇപ്പൊ ഗ്രൈൻഡിങ് മാർക്ക് ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഫോണ്ടിൽ വ്യത്യാസം ഉണ്ട്, അല്ലെങ്കിൽ ഫോണ്ടിൽ മാറ്റമുണ്ട്, അല്ലെങ്കിൽ ലോക്കൽ പഞ്ചാണെന്ന് തോന്നുന്നു, അവിടെ എന്തെങ്കിലും ക്ലീനിങ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പെയിന്റ് മാറ്റിയിട്ടുണ്ട്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവനൊരു സംശയം തോന്നാം. ആദ്യം പരിശോധിക്കുന്ന ഒരു പോയിന്റ് ആണ്. ഇനി സംശയം ഉണ്ടെന്ന് വിചാരിക്കുക,
അയാൾക്ക് ചെയ്യാം അതേ മോഡലിലുള്ള തൊട്ടടുത്തുള്ള വാഹനങ്ങളുടെ എഞ്ചിൻ നമ്പറോ ചേസ് നമ്പറോ ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ ഫോണ്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ മനസ്സിലാവും. ഇനി അവിടെയും അയാൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ അതിന്റെ ഡീലറെ ബന്ധപ്പെട്ടാൽ ഡീലർ ഇതിന്റെ ചേസ് നമ്പറിന്റെ ഒറിജിനാലിറ്റി അവർ പറഞ്ഞു കൊടുക്കും. അതോടുകൂടി മോഷ്ടിച്ച വാഹനങ്ങൾ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്ത വാഹനം, ഷെല്ല് മാറ്റിയ വണ്ടികൾ, ഈ പറയുന്ന മാതിരി പ്രളയത്തിൽപ്പെട്ടതോ അങ്ങനെയുള്ള വാഹനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ് ഒന്നാമത്തെ സംഗതി. രണ്ടാമത്തെ സംഗതി ആ ഡോക്യുമെന്റ് പ്രകാരമുള്ള വണ്ടിയാണോ എന്നുള്ളത് നമ്മൾ ആൾറെഡി പരിശോധിക്കും. ചേസ് നമ്പർ, എഞ്ചിൻ നമ്പർ, അപ്പോൾ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനത്തിൽ നിന്നല്ല നിങ്ങൾ ഡയറക്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ RC ഓണറേറ്റ് മാത്രം ഇടപാട് നടത്താം. അതാണ് നല്ലത്. അവിടെയാണ് നമ്മൾ ഈ യൂസ്ഡ് കാർ ഷോറൂമിനെ ഗവൺമെന്റ് റെക്കഗ്നൈസ് ചെയ്യാനൊരു കാരണം അവിടെയാണ്. കാരണം വിറ്റയാൾ അറിയുന്നില്ല വാങ്ങിയത് ആരാന്ന്, വാങ്ങിയ ആൾ അറിയുന്നില്ല വിറ്റ ആൾ ആരാന്ന്. അതിനകത്ത് ഏറ്റവും പ്രശ്നം ഈ പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങളാണ്. അവിടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ NOC അല്ലെങ്കിൽ അതർ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന വാഹനങ്ങളുടെ NOC ഉണ്ട്. ഇപ്പൊ NCRB, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ സൈറ്റിൽ കയറി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മേടിക്കുന്നുണ്ട്. പക്ഷെ അതൊരു പോലീസ് കേസ് റിപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് അതിനകത്ത് വരുള്ളൂ, അല്ലാത്ത കേസിൽ അത് അറിയാൻ പറ്റില്ല. ഈ NOC ഒക്കെ വന്ന് അവിടെ നിന്ന് വാങ്ങി ഇവിടുത്തെ ഒരാളെ വാങ്ങി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ സാധാരണ മോട്ടോർ വാഹന വകുപ്പിനകത്ത് ആകെ ഒരു ഇൻസ്പെക്ഷൻ വരുന്നത് ഇങ്ങനെയുള്ള കേസിലാണ്. അതർ സ്റ്റേറ്റ് വാഹനങ്ങൾ വരുന്ന പേയ്മെന്റ് ഒക്കെ കൊടുത്ത് വാഹനം വാങ്ങി RT ഓഫീസിൽ കൊണ്ടുവന്ന് ഹാജരാക്കുന്ന സമയത്താണ് ഇത് വ്യാജനാണെന്ന് തിരിച്ചറിയുന്നത്. പിന്നെ ഇതിന്റെ ഓണർ ചിലപ്പോൾ ഒരു പക്ഷേ ഡൽഹിയിലുള്ള ഒരാളായിരിക്കും, അയാളുടെ പേര് പോലും ഇയാൾ അറിയില്ല, അഡ്രസ് പോലും അറിയില്ല. ആ സമയത്ത് വലിയൊരു പ്രശ്നം, കാരണം വാഹനം വ്യാജനാണ്, രജിസ്റ്റർ ചെയ്യാൻ പറ്റൂല, പെട്ടുപോകുന്നൊരവസ്ഥയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വാഹനം മേടിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ജെനുവിനിറ്റി ഉറപ്പ് വരുത്തിയേ പറ്റും. കാരണം അതിനുശേഷം പറഞ്ഞിട്ട് കാര്യം. അപ്പൊ അത് ഒന്നാമത്തെ സംഗതി. രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് ഈ ഡോക്യുമെന്റൽ പ്രകാരമുള്ള വാഹനമാണെങ്കിൽ വാഹനത്തിന്റെ ഹിസ്റ്ററി പരിശോധിക്കാം. അപ്പൊ അതിനിപ്പോ നമുക്ക് ഇൻഷുറൻസ് കമ്പനിയുടെ ആണെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഹിസ്റ്ററിയിൽ ഉണ്ടാവാം. പക്ഷെ അതിനകത്തൊരു പ്രശ്നം, ഇപ്പൊ ഒരു വണ്ടി ഒരു ഇൻഷുറൻസ് ക്ലെയിം ചെയ്തു, അതിൽ ഓണർ മാറി പുതിയൊരാൾ വേറൊരു ഇൻഷുറൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഹിസ്റ്ററി നോക്കിയാൽ പഴയ ഹിസ്റ്ററി കിട്ടൂല. ഒരു വണ്ടി ഇപ്പൊ ഞങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആദ്യം ഷോറൂമിൽ നിന്ന് ഹിസ്റ്ററി എടുക്കൂലേ, ഇതേപോലെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഹിസ്റ്ററി എടുക്കുക. അപ്പോൾ ഈ ഇൻഷുറൻസ് കമ്പനികൾ കരുതി കഴിഞ്ഞാൽ എല്ലാ ഇൻഷുറൻസ് കമ്പനിക്കാർക്കും ഇവർക്കൊരു സൈറ്റ് ഉണ്ട്, അവർ ടൈപ്പാണ്, ഇവർക്ക് ഇത് ചെയ്താൽ കിട്ടും. ചിലപ്പോൾ ചെറിയ ഓഫീസിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും മുകളിലെ ഓഫീസിലോട്ട് വിട്ടാൽ ഈ ഇൻഷുറൻസിൽ മുന്നേ ടോട്ടൽ ലോസ് ആണോ ഡീലറുടെ അടുത്ത് കുറച്ച് ഡീറ്റെയിൽസ് കിട്ടില്ലേ, സർവീസ് ഹിസ്റ്ററി കിട്ടും. ലോക്കൽ വർക്ക്ഷോപ്പിലെ അറിയില്ല. ഓണർ ചെയ്യാവുന്ന ഒരു സംഗതി വാഹനവുമായിട്ട് അറിവുള്ള ഒരു മെക്കാനിക്കിനും ഒരു ഷോറൂം എക്സിക്യൂട്ടീവിനോ കൂടെ കൂട്ടി വാഹനം പരിശോധിക്കാന്നുള്ളതാണ് ഒരു കാര്യം അല്ലേ. അപ്പൊ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, വെഹിക്കിളിന്റെ ജെനുവിനിറ്റി ഉറപ്പുവരുത്തുക, പിന്നെ വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, അത് എക്സ്റ്റീരിയർ ആയാലും ഇന്റീരിയർ ആയാലും, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏറ്റവും കൂടുതൽ കേസുകൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ അതർ സ്റ്റേറ്റ് വരുന്ന വാഹനങ്ങൾ, കാരണം അവിടെ മോഷ്ടിച്ച വാഹനങ്ങൾ ഉണ്ടാവും. രജിസ്ട്രേഷൻ നമ്പർ അതിനകത്ത് വലിയ കാര്യമുള്ള കാര്യമല്ല. പിന്നെ ഞാൻ ഈ അതർ സ്റ്റേറ്റിൽ പറയുമ്പോൾ ഇപ്പോൾ അതർ സ്റ്റേറ്റിൽ നിന്ന് ഇപ്പോൾ നമ്മളെ കേരള വണ്ടിയെക്കാട്ടിലും നല്ല വണ്ടികൾ വരുന്നുണ്ട്. പക്ഷേ ഒരു ശതമാനം ഞാൻ പറയണില്ല, അവിടെ ചെല്ലുമ്പോൾ ചേസ് നമ്പർ കൊത്തിയതൊന്നും ഒരു പ്രശ്നമല്ല. അവർക്കിത് സിമ്പിൾ കേസാണ്. ചേസ് നമ്പർ കൊത്തിയത് പ്രശ്നമല്ല, എല്ലാ സംഭവങ്ങളും നടക്കും. ഇവിടെ വാഹനം പരിശോധിക്കാതെ രജിസ്റ്റർ ഇല്ല. കേരളത്തിൽ ആ വാഹനം പരിശോധിക്കാതെ ചേസ് നമ്പർ വെരിഫൈ ചെയ്യാതെ രജിസ്റ്റർ ചെയ്യില്ല. അപ്പം നിങ്ങൾ ഏതെങ്കിലും പോയി എടുക്കണ്ട, ഇതൊക്കെ ചെക്കിങ് കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ എനിക്ക് ഒരു ടോട്ടൽ ലോസ് ആയ വണ്ടി നമ്മളെ പരിവാഹനിൽ ചെക്ക് ചെയ്താൽ വണ്ടിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്ന പോലെ ഒരു ലിസ്റ്റ് കിട്ടാതെ വല്ല മാർഗമുണ്ടോ? ടോട്ടൽ ലോസ് എന്തായാലും ഇൻഷുറൻസ് കമ്പനി ടോട്ടൽ ലോസ് ചെയ്താൽ പിന്നെ അത് വിൽക്കാൻ പാടില്ല. ഇവരിത് രണ്ടാമത് ഇൻഷുറൻസ് കമ്പനി വിറ്റത് കൊണ്ടാണല്ലോ റോട്ടിൽ ഓടുന്നത്. ഈ റോട്ടിൽ ഓടുന്ന വണ്ടി പിന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ ഇപ്പം ഞാനാണെങ്കിലും പൊതുജനങ്ങളാണെങ്കിലും ഇതൊരു എവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെക്ക് ചെയ്താൽ കിട്ടില്ല. പിന്നെ